ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വിജ്ഞാപന തീയതി 20/12/2023. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 31/1/2024 വൈകുന്നേരം 5 മണി. ബാങ്കുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. താഴെ പറയുന്ന സഹകരണ സംഘം അഥവാ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിശ്ചിത ഫോറത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR അല്ലെങ്കിൽ എഴുത്തു പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകൾ. കാറ്റഗറി നമ്പർ 11/2023 സെക്രട്ടറിയുടെ പോസ്റ്റിലേക്കാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനി സെക്രട്ടറിയുടെ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി വിത്ത് HDC and BM വിത്ത് 7 year എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടൻറ്റ് ഓർ എബവ് ദാറ്റ് പോസ്റ്റ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്, അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതുമല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ MCom വിത്ത് ഫിനാൻസ്, അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ വിത്ത് 7 year എക്സ്പീരിയൻസ്. ഒഴിവുള്ള സംഘത്തിൻ്റെ പേരും ഒഴിവുകളുടെ എണ്ണം, ശമ്പള സ്കെയിൽ എന്നിവ താഴെ നൽകിയിരിക്കുന്നു. കാറ്റഗറി നമ്പർ 12/2023 അസിസ്റ്റൻറ്റ് സെക്രട്ടറി ബാർ മാനേജർ ബാർ ചീഫ് അക്കൗണ്ടൻറ്റ്. ഈ പോസ്റ്റിലേക്കും അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാലാ ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC and BM, അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM, അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അല്ലെങ്കിൽ MSc സഹകരണം ആൻഡ് ബാങ്കിങ്, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാത്ത BCom ബിരുദം. ഈ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഒഴിവുള്ള സംഘത്തിൻ്റെ പേരും ഒഴിവുകളുടെ എണ്ണം, ശമ്പള സ്കെയിൽ എന്നിവ താഴെ നൽകിയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 13/2023 ജൂനിയർ ക്ലർക്ക് ബാർ കാഷ്യർ. അപേക്ഷ നേരിട്ടോ തപാൽ മുഖേനയോ ആണ്. ഓൺലൈനായിട്ടില്ല. ജൂനിയർ ക്ലർക്കിൻ്റെ അപേക്ഷ നിങ്ങൾക്ക് പണ്ട് ചെയ്തതുപോലെ തന്നെ നേരിട്ട് ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നേരിട്ടോ തപാൽ മുഖേനയോ അയക്കാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC അഥവാ തതുല്യ യോഗ്യതയും, കൂടാതെ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC അടിസ്ഥാന യോഗ്യതയുമായിരിക്കും. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അഥവാ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് GDC, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത BCom ബിരുദവും
അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC&BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ആൻഡ് ബാങ്കിങ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ SSLC പ്ലസ് JDC ഉള്ളവർക്കും HDC ഉള്ളവർക്കും കൂടാതെ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC&BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് HDC അല്ലെങ്കിൽ HDCM ഉള്ളവർക്കും അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ BSc സഹകരണവും ബാങ്കിങ്ങും വിഷയമായി എടുത്തവർക്കുമെല്ലാം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒഴിവുള്ള സംഘത്തിൻ്റെ പേരുകളും ഒഴിവുകളുടെ എണ്ണം, ശമ്പള സ്കെയിൽ എന്നിവ താഴെ നൽകിയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 14/2023 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അഥവാ IT. കൂടാതെ 3 കൊല്ലത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഒഴിവുള്ള സംഘത്തിൻ്റെ പേര്, ഒഴിവുകളുടെ എണ്ണം, ശമ്പള സ്കെയിൽ എന്നിവ താഴെ നൽകിയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 15/2023 സിസ്റ്റം സൂപ്പർവൈസർ അപേക്ഷ ഓൺലൈനായിട്ടാണ്. വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം PGDCA. സംഘത്തിൻ്റെ പേരും ഒഴിവുകളുടെ എണ്ണം, ശമ്പള സ്കെയിൽ എന്നിവ താഴെ നൽകിയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 16/2023 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കൂടാതെ കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയം. സംഘത്തിൻ്റെ പേര്, ഒഴിവുകളുടെ എണ്ണം, ശമ്പള സ്കെയിൽ എന്നിവ താഴെ നൽകിയിരിക്കുന്നു. കാറ്റഗറി നമ്പർ 17/2023 ടൈപ്പിസ്റ്റ് അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. പരീക്ഷാ കേന്ദ്രം മലപ്പുറം, കണ്ണൂരും ജില്ലകളിലും മാത്രമേ ഉള്ളൂ. ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത SSLC അഥവാ തതുല്യ യോഗ്യത കൂടാതെ KGTTE ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവറും കൂടി ആവശ്യമാണ്. ഒഴിവുള്ള സംഘത്തിൻ്റെ പേര്, എണ്ണം, ശമ്പള സ്കെയിൽ എന്നിവ നൽകിയിട്ടുണ്ട്. ഇനി വിജ്ഞാപനം 13/2023 പ്രകാരം അപേക്ഷകൾ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതും അപേക്ഷയോടൊപ്പം മിനിമം 150 രൂപയുടെ DD ചെലാൻ ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതും ഫീസ് ഇളവിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ഓരോ അപേക്ഷയോടൊപ്പം മിനിമം 50 രൂപയുടെ DD അഥവാ ചെലാൻ ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതുമാണ്. പ്രായപരിധി 1/1/2023 18 വയസ്സ് തികയേണ്ടതും 40 വയസ്സ് കവിയാൻ പാടില്ലാത്തതുമാകുന്നു.
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കുന്നുണ്ട്. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന വ്യക്തിക്കോ അവരുടെ അപ്രകാരമുള്ള മുതിർന്ന അംഗം മറ്റു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരുടെ കുട്ടികൾക്കോ ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവും മറ്റ് പിന്നാക്ക വിഭാഗത്തിനും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും 3 വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷ 80 മാർക്കിനാണ്. ഒരു സംഘം അഥവാ ബാങ്കിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് പ്രസ്തുത സംഘത്തിലെ അഭിമുഖം പരമാവധി 15 മാർക്കിനായിരിക്കും. ആയതിൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 3 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 12 മാർക്ക് അഭിമുഖത്തിൻ്റെ പ്രകടനത്തിനുമാണ്. ഉദ്യോഗാർത്ഥികൾ ഒന്നിൽ കൂടുതൽ സംഘം അഥവാ ബാങ്കിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും സഹകരണ ചട്ടം 183 പ്രകാരം ഒരു സംഘം അഥവാ ബാങ്കിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അഥവാ ബാങ്കിന് 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷയിലെ ഒരു സംഘം അഥവാ ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അഥവാ ബാങ്കിനും 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസ് അടയ്ക്കണം. ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ അപേക്ഷയാണ് നിങ്ങൾക്ക് തപാൽ വഴി ഫോം ഫില്ല് ചെയ്ത് അയക്കേണ്ടത്. അപ്പോൾ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് കാണുക. ഒന്നിൽ കൂടുതൽ സംഘം അഥവാ ബാങ്കിലേക്ക് അപേക്ഷിക്കുന്നതിന് ഒരു അപേക്ഷാ ഫോറവും ഒരു ചലാൻ അഥവാ ഡിമാൻഡ് ഡ്രാഫ്റ്റും മാത്രമേ സമർപ്പിക്കേണ്ടതുള്ളൂ. അപേക്ഷാ ഫീസ് ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് എന്നീ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ ചലാൻ വഴി നേരിട്ട് അടയ്ക്കാവുന്നതാണ്. അതിന് ആവശ്യമായ ചലാൻ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ അപേക്ഷാ ഫോറത്തിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളിൽ നിന്നും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ തിരുവനന്തപുരത്ത് ക്രോസ് ചെയ്ത CTS പ്രകാരം മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് മാത്രമേ പരീക്ഷാ ഫീസായി സ്വീകരിക്കുകയുള്ളൂ. അക്കൗണ്ടിൽ പണമടച്ചതിൻ്റെ ചലാൻ രസീത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതും ആ വിവരം അപേക്ഷയിൽ പ്രത്യേകം കാണിച്ചിരിക്കേണ്ടതുമാണ്. വിജ്ഞാപന കാലയളവിൽ എടുക്കുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് മാത്രമേ അതാത് പരീക്ഷയ്ക്കായി ഫീസ് ഇനത്തിൽ പരിഗണിക്കുകയുള്ളൂ. വിശദമായ വിജ്ഞാപനവും അപേക്ഷയുടെ മാതൃകയും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ www.keralaccb.kerala.government.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. അപേക്ഷയും അനുബന്ധങ്ങളും ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള മാതൃകയിൽ തന്നെ 31/1/2024 വൈകുന്നേരം 5 മണിക്ക് മുൻപായി സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൽ ലഭിക്കേണ്ടതാണ്. അപേക്ഷാ ഫോറവും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിൽ തന്നെ സമർപ്പിക്കേണ്ടതും അല്ലാത്ത പക്ഷം മറ്റൊരറിയിപ്പും കൂടാതെ തന്നെ അപേക്ഷ നിരസിക്കുന്നതുമാണ്. അങ്ങനെ നിരസിക്കപ്പെടുന്ന ഫീസ് തിരികെ നൽകുന്നതല്ല. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, വിമുക്ത ഭടൻ, ഭിന്നശേഷിക്കാർ, വിധവ, പൊതുവിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ ശരിപ്പകർപ്പുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തി ഉള്ളടക്കം ചെയ്തിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുൻപായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രമേ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ ശാരീരിക വൈകല്യമുള്ള വ്യക്തികൾക്ക് 3% പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാറുടെ 14/7/2011 സർക്കുലർ പ്രസ്തുത സർക്കുലറിൻ്റെ അനുബന്ധത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് 8/2020 നമ്പർ സർക്കുലർ പ്രകാരം ഒഴിവ് നികത്തുന്നതായിരിക്കും.
ജൂനിയർ ക്ലർക്ക് ബാർ കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷകൾ പ്രത്യേകം കവറുകളിലാക്കി നേരിട്ടോ തപാൽ മുഖേനയോ സെക്രട്ടറി, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, ജവഹർ സഹകരണ ഭവൻ, 9th ഫ്ലോർ, DPI ജംഗ്ഷൻ, തൈക്കാട് PO ജഗതി, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി കാറ്റഗറി നമ്പർ 11, 12, 14, 15, 16, 17 പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ www.cseb.kerala.government.in എന്ന വെബ്സൈറ്റ് വഴി 31/1/2024 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫോമാണിത്. ഈ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് വയ്ക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ ചെലാനാണിത്. എൻവലപ്പിൻ്റെ മോഡലാണ്.